ാണ് അടിമാലി കല്ലാറിൽ അംഗൻവാടി കെട്ടിടത്തിൽ നിന്ന് വീണ് കുട്ടിക്ക് പരിക്ക്. രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിൽ നിന്നും 20 അടി താഴ്ചയിലേക്ക് കുട്ടി വീഴുകയായിരുന്നു. ആൻഡ്രോ അനീഷ ദമ്പതികളുടെ മകൾ മെറീനയ്ക്കാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. തലയ്ക്കും കഴുത്തിനും പരിക്കേറ്റ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സ്റ്റാലിൻ വിവരങ്ങൾ പങ്കുവെക്കും. സ്റ്റാലിൻ, ഈ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി, കൊച്ചുകുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയാണ്. ഈ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന സാഹചര്യം തന്നെ വിചിത്രമാണ്. എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, അടിമാലി ബ്ലോക്കിന്റെ ഭാഗമായി അടിമാലി ICDS ബ്ലോക്കിന്റെ ഭാഗമായിട്ടുള്ള കല്ലാറിൽ അംഗൻവാടിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം. രണ്ടാം നിലയിലാണ് ഈ അംഗൻവാടി പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ 4-5 വർഷക്കാലമായിട്ട് അംഗൻവാടി അവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രളയത്തിന് ശേഷം, പ്രത്യേകിച്ചും 2018-19 കാലത്ത് അംഗൻവാടി ഇരുന്ന സ്ഥലത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴാണ് താൽക്കാലികമായിട്ട് അംഗൻവാടി മാറ്റി ഈ മറ്റൊരു സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചത്. അങ്ങനെയാണ് ഇത് ഒരു കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലേക്ക് മാറ്റിയത്. ഈ രണ്ടാം നിലയിൽ നിന്നും കുട്ടി ഇന്നലെ വൈകിട്ട് താഴേക്ക് വീഴുകയായിരുന്നു. 20 അടിയോളം താഴ്ചയിലുള്ള ഒരു ചെറിയ തോട്ടിലേക്കാണ്, അടുത്ത സമീപത്തുള്ള ഒരു ചെറിയ കൈത്തോട് ഒഴുകുന്നുണ്ട്. ആ കൈത്തോട്ടിലേക്കാണ് ഈ കുട്ടി വീണത്. കുട്ടി വീണ ഉടൻ തന്നെ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അംഗൻവാടിയിലെ ജീവനക്കാരി, ഈ ടീച്ചർ പ്രീതി എന്ന് പറയുന്ന ടീച്ചർ കൂടി അവിടേക്ക് എടുത്തു ചാടി. അവർക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും കുട്ടിയുടെ തലയ്ക്കും കഴുത്തിനും സാരമായ പരിക്കേറ്റു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചായിരുന്നു, സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചിരുന്നു. ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതായത് ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഉള്ളത്. അടിമാലി കല്ലാർ സ്വദേശി ഈ ആൻഡ്രോ അനീഷ ദമ്പതികളുടെ മകൾ മെറീനാണ് ഈ അപകടം സംഭവിച്ചത്. എന്തായാലും മാതാപിതാക്കളും അതുപോലെ തന്നെ ബന്ധുക്കളും എല്ലാം വളരെ പ്രതിഷേധത്തിലാണ്. അംഗൻവാടി ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് എന്ന് തന്നെയാണ് അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും കുട്ടിയുടെ കഴുത്തിനും അതുപോലെ തന്നെ തലയൊട്ടിക്ക് നേരിയ തോതിൽ പൊട്ടലുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ കുട്ടി ഉള്ളത്. ഈ രണ്ടാം നിലയിൽ നമുക്കറിയാം, കൊച്ചുകുട്ടികളാണ്, എത്ര വയസ്സ് പ്രായമുള്ള കുട്ടികൾ വരെയാണ് ഈ അംഗൻവാടിയിലൊക്കെ എത്തുക എന്ന് നമുക്കറിയാം. ഈ രണ്ടാം നിലയിൽ ഇത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞതിലെ ഒരു പ്രശ്നമുണ്ടല്ലോ സ്റ്റാലിൻ. കാരണം സുരക്ഷാ വീഴ്ച സ്വാഭാവികമായി ഉണ്ടായി കാണും. ഇക്കാര്യത്തിൽ ഈ ക്രമീകരണങ്ങളൊന്നും ഇല്ലാതെ പ്രവർത്തിച്ചിരുന്നു എന്ന ആക്ഷേപം ഉയരാനുള്ള സാഹചര്യമില്ലേ? രണ്ടാം നിലയിലൊക്കെ അംഗൻവാടി കുട്ടികൾക്ക് വേണ്ട ശ്രദ്ധ ചെലുത്താതെ പ്രവർത്തിപ്പിക്കുന്നതിലുള്ളൊരു അപാകതയില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ രണ്ടാം നിലയിൽ പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം അംഗൻവാടി ജീവനക്കാരും അംഗൻവാടിയുടെ വെൽഫെയർ കമ്മിറ്റിയിൽ ഉൾപ്പെടെയുള്ള മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ അംഗൻവാടി അവിടെ നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം ഗ്രാമപഞ്ചായത്തിനെയും ബ്ലോക്ക് പഞ്ചായത്തിനൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ അവിടെ നിന്നൊന്നും നടപടി ഉണ്ടായില്ല. ആ കാര്യത്തിലെ വലിയ ആക്ഷേപം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതോടുകൂടി പഞ്ചായത്തിനെതിരെയും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിനെതിരെയും എല്ലാം വലിയ പ്രതിഷേധം ഇപ്പം ഉയർന്നിട്ടുണ്ട്. ഒരു കാരണവശാലും അംഗൻവാടികൾ അത്തരത്തിൽ രണ്ടാം നിലയിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തേണ്ടത് പ്രത്യേകിച്ചും അതാത് ഗ്രാമപഞ്ചായത്തുകളാണ്. എന്നാൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് അത്തരത്തിലുള്ളൊരു സമീപനം ഉണ്ടാകാത്തതാണ് ഇതിനൊരു വലിയ കാരണമായും ചൂണ്ടിക്കാട്ടുന്നത്. അംഗൻവാടി ജീവനക്കാരുടെ അശ്രദ്ധ പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള പ്രാദേശിക ഭരണസമിതിയുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. രഞ്ജിത്ത്, ശരി. സ്റ്റാലിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത് അടിമാലി കല്ലാറിലാണ്. അവിടെ അംഗൻവാടിയുടെ രണ്ടാം നിലയിൽ നിന്നാണ് കൊച്ചുകുട്ടി വീണ് 20 അടി താഴ്ചയിലേക്ക് ഈ കുട്ടി വീഴുകയായിരുന്നു. ഈ കുട്ടിയെ രക്ഷിക്കാനായി കൂടെ ഒരു അധ്യാപിക ആയ ചാടിയിരുന്നു. അവർക്കും കാര്യമായി പരിക്കുണ്ട്. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടി ചികിത്സയിലാണ് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്.